എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇടുക്കി ജില്ലയിൽ തൊടുപുഴയ്ക്കടുത്തുള്ള ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എല്ലാ വർഷവും വൈശാഖത്തിലാണ് അതിവിശേഷമായ ഭാഗവത സപ്താഹയജ്ഞം നടക്കുന്നത്. അത് 28 വർഷങ്ങൾ പിന്നിട്ടു. ഇത് 29ാമത്തെ വർഷമാണ്. ഈ വരുന്ന മെയ് 10 മുതൽ 17 വരെയാണ് ഇവിടെ ഭാഗവത സപ്താഹയജ്ഞം നടക്കുന്നത്. നാരായണൻ നമ്പൂതിരി കുറിച്ചി ഭാഗവത ശിഖാമണി അദ്ദേഹമാണ് യജ്ഞാചാര്യൻ. അപ്പോൾ അതോടൊപ്പം നമ്മൾ എല്ലാ വർഷവും നടത്തുന്ന ഒന്നാണ് ഈ ദശാവതാര ചാർത്ത്. നമ്മുടെ ക്ഷേത്രത്തിൽ ചതുർബാഹുവായ ഭഗവാനാണ്. അതും ദ്വാപരയുഗത്തിൽ 5000 വർഷങ്ങൾക്കും അപ്പുറത്ത് ആയുർവേദത്തിൻ്റെ ആചാര്യന്മാരും ദേവവൈദ്യന്മാരുമായിരുന്ന അശ്വിനി ദേവപുത്രനായ നകുലൻ പ്രതിഷ്ഠിച്ച ചതുർബാഹുവായ ഭഗവാന് അന്ന് മത്സ്യാവതാരം മുതൽ 10 അവതാരങ്ങൾ ദശാവതാര ദർശനത്തിൽ കാണാനുള്ള ഒരു അവസരമാണ്. അത് വരുന്നത് മെയ് 6-ാം തീയതി മുതൽ 16-ാം തീയതി വരെയാണ്. അപ്പോൾ അന്ന് മെയ് 6-ാം തീയതി മത്സ്യാവതാരത്തോടു കൂടി തുടങ്ങി മെയ് 16-ാം തീയതി പരിപൂർണ അവതാരമായ മഹാവിഷ്ണു അവതാരം ദർശിക്കാനുള്ള ഒരു ഭാഗ്യമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എല്ലാ ഭക്തജനങ്ങളെയും വർഷത്തിൽ ഒരു ദിവസമാണ്, നമുക്ക് ഈ വർഷത്തിൽ ഒരു തവണയാണ് ഭഗവാന്റെ ഈ ദശാവതാര ദർശനം. 11 ദിനങ്ങളിലായി മത്സ്യാവതാരത്തിൽ തുടങ്ങി മഹാവിഷ്ണു അവതാരത്തിൽ അവസാനിക്കുന്ന ഈ ഒരു വൈശാഖത്തിലെ പുണ്യമായിട്ടുള്ള ഈ ഒരു ദശാവതാര ദർശനവും, അതുപോലെ തന്നെ മെയ് 10 മുതൽ 17 വരെ നടക്കുന്ന ഭാഗവത സപ്താഹയജ്ഞവും, കൂടാതെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നകുലൻ പ്രതിഷ്ഠിച്ച ഈ ക്ഷേത്രം പോലെ തന്നെ തൊട്ടടുത്ത് തന്നെ മറ്റ് 4 ക്ഷേത്രങ്ങളുണ്ട്. അത് വൈശാഖ കാലത്തിൽ ദർശിക്കുന്നത് അതീവ ദർശന പ്രാധാന്യമുള്ളതാണ്. ഇവിടെ ഭാഗവത സപ്താഹയജ്ഞം സമാരംഭിക്കുന്ന മെയ് 10 മുതൽ പരിസമാപ്തി എത്തുന്ന അവഭൃത സ്നാനം നടക്കുന്ന മെയ് 17 വരെയുള്ള ആ ഒരാഴ്ചക്കാലം നമുക്ക് KSRTCയുടെ സ്പെഷ്യൽ സർവീസ് തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും രാവിലെ 6:30 ആരംഭിച്ച് മറ്റ് 3 ക്ഷേത്രങ്ങളിൽ പോയി ഇവിടെ എത്തുന്ന രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഈ വൈശാഖം എന്ന് പറയുന്നത് ദാനധർമ്മങ്ങൾക്ക് അതിവിശേഷമാണ്. പ്രത്യേകിച്ചും അന്ന് ഈ കാലത്ത് ഇവിടെ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും നമ്മൾ അന്നദാനം നടത്തുന്നുണ്ട്. അപ്പോൾ അന്നദാനം സമർപ്പിക്കാനുള്ളത് അതിവിശേഷമാണ്. ഈ ദാനയജ്ഞത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളതും പുണ്യം പകരുന്നതുമാണ് ഈ അന്നദാനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ അന്നദാനത്തിലേക്കും അതുപോലെ തന്നെ ഈ ഒരു മെയ് 10 മുതൽ 17 വരെയുള്ള കാലയളവിൽ വന്നാൽ നമുക്ക് ഇവിടെ 29ാമത് ഭാഗവത സപ്താഹയജ്ഞം കൂടി കേൾക്കാനുള്ളൊരു അവസരമാണ്. KSRTCയുടെ ആ ഒരു സർവീസ് ആ ഒരാഴ്ചക്കാലം ഉണ്ടാവും. അപ്പോൾ അതിൽ പങ്കെടുക്കാനായിട്ട് നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. അതിൻ്റെ നമ്പറൊക്കെ ഇതോടൊപ്പം നൽകുന്നുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഈ 5 വിഷ്ണു ഭഗവാന്മാരുടെ അനുഗ്രഹം നമുക്കും നമ്മുടെ തലമുറകളിലേക്കും പകർന്നിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.